പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആശ്രയമീശോവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയിൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ മാസം 6-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വിശ്വാസത്തിൻ്റെ എതിരാളിയെയും വിശ്വാസിയുടെ എതിരാളിയെയും നാം തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത വിശ്വാസത്തിൻ്റെ എതിരാളിയും വിശ്വാസിയുടെ എതിരാളിയും തിരിച്ചറിയാമെന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ എതിരുകളെ എങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ എതിരുകളെ നമുക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. നമ്മുടെ തടസ്സങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് സ്പീഡ് വർദ്ധിക്കും. ആ നിലയിൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആഴമായി വിളിച്ചു പറയാം, വിശ്വാസത്തിന് എതിരാളിയുണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിന് എതിരുണ്ട്. ആ എതിരാണ് അവിശ്വാസം. അവിശ്വാസം ഒരു വ്യക്തിയുടെ വെളിയിൽ വന്നാൽ അവന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. എല്ലാത്തിനകത്തും അവന് സംശയം വെളിപ്പെടും, എല്ലാത്തിനകത്തും അവന് വിചാരം വരും, എല്ലാത്തിനകത്തും അവൻ ഭയപ്പെടുന്നത് കാണാൻ പറ്റും. നമ്മൾ വായിച്ചു കേട്ട വാക്യം, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. എന്നെ കേൾക്കുന്നവരെ, വിചാരം ഒരു വ്യക്തിയുടെ മേളിൽ വന്നു കഴിഞ്ഞാൽ ദൈവികമായ ബന്ധത്തിൽ നിന്ന് അവൻ അകന്നു പോകും. സകലത്തിനകത്തും അവൻ വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയത്തിനകത്തും വിചാരം വരുമ്പോൾ ദൈവത്തിൻ്റെ കരുതലുകൾ അവനെ കാണാൻ പറ്റാതെയായിത്തീരും. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇതാ ലേഖനത്തിൽ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മുകളിലേക്ക് വെച്ചുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ മുഴുവൻ ചിന്തയും നമ്മുടെ വിചാരങ്ങളെയും അറിയുന്നൊരു ദൈവമുണ്ട്. അവൻ നമ്മെ കരുതുന്നവനാണ്. ആ കരുതലുകൾ നമ്മുടെ മേളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തും വിചാരങ്ങൾ മാറിപ്പോകണം. ഞാൻ ആത്മാവിൽ വേഗത്തിൽ നിങ്ങളെ നോക്കി ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ. വിചാരം, ഭയം. ഇതാ ശിഷ്യന്മാർ യേശു പടകിൽ ഉറങ്ങുമ്പോഴും ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. ഞങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്, ഞങ്ങൾ തീരാൻ പോവുകയാണ്. യേശു ആ പടകിൽ അമരത്ത് തലവെച്ചുറങ്ങുമ്പോൾ അതാ ശിഷ്യന്മാർ വിളിച്ചു പറയുകയാണ്, അവൻ ഉറങ്ങിയാണ്, ഞങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്, ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? എന്നെ കേൾക്കുന്ന ഒരു പടകിൽ ഒരാൾ ഉറങ്ങുമ്പോൾ ബാക്കി 12 പേരും മരണത്തെ കാണുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ വിളിയെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗത്തെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇന്ന് നിങ്ങൾ കാണുന്ന ആ പ്രതികൂലത്തെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അതിനൊന്നിനും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. ഞാൻ ആത്മാവിൽ ഭയപ്പെടുന്ന വിചാരപ്പെടുന്നവരെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ ജയിക്കുക. എന്നോട് ദിവസങ്ങളിൽ പറഞ്ഞത്, ഞാൻ നിങ്ങൾ ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന പോരാളിയെ പോലെയാണ്. പോരാളി മുറിവേറ്റ ആളാണെങ്കിൽ, പോരാളി ഹല്ലേലൂയ ദുഃഖിതനാണെങ്കിൽ, പോരാളി ഹല്ലേലൂയ സംശയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശത്രു നിഷ്പ്രയാസം അവരെ ജയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, മുറിവേറ്റ ഒരു പോരാളിക്ക് ഒത്തിരി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്, എൻ്റെ യേശു മുറിവ് കെട്ടുന്നവനാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേളിൽ തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം
നിങ്ങൾ താങ്ങുന്നവരും ബലപ്പെടുത്തുന്നവരും മുറിവ് കെട്ടുന്നവരുമായി തീരണം. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ബലപ്പെടാൻ തയ്യാറാകണം. നിങ്ങൾ വിശ്വാസത്തിൻ്റെ എതിരാളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്രോസിനോട് യേശു കർത്താവ് പറയുകയാണ്, നീ ഇറങ്ങി വരിക. അവനിതാ തിരമാലയുടെ മുകളിലൂടെ നടക്കുമ്പോൾ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുമ്പോൾ യേശു കർത്താവ് അവനെ കരം നീട്ടി പിടിച്ച് എഴുന്നേൽപ്പിക്കുക. യേശു കർത്താവ് അവൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് പറയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. അല്പവിശ്വാസിയെ എന്തിന് നീ സംശയിച്ചു? വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം നമ്മെ വഴി നടത്തുമെന്നും ദൈവം നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള വിശ്വാസമുള്ളവർ അവർ സംശയിക്കരുത്. അവർ സംശയിച്ചു കഴിഞ്ഞാൽ ദൈവിക വഴികൾ അടഞ്ഞു പോകും. ദൈവിക നന്മകൾ അവരുടെ മുമ്പിൽ നിന്നു പോകുന്നത് കാണാൻ കഴിയും. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് മോശ പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാ എതിരുകളുടെ നടുവിൽ നിങ്ങൾ അവസാനിച്ചതല്ല പറയേണ്ടത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയണം, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് വിശ്വാസത്തോടെ പറഞ്ഞ്, എതിരുകളെ എനിക്ക് ജയിക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിനകത്ത് ഞാനൊരു അവിശ്വാസിയായി മുറിവേറ്റവനെ പോലെ തളർന്നവനായിട്ടല്ല ജീവിക്കേണ്ടത്. എൻ്റെ കർത്താവിനെ ബലപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ഭാഗം ഞാൻ പറയുകയാണ്. വിശ്വാസത്തിൻ്റെ എതിരാളി അവിശ്വാസമാണെങ്കിൽ വിശ്വാസിയുടെ എതിരാളി എന്ന് പറയുന്നത് സാത്താനാണ്. എന്നെ കേൾക്കുന്നവരെ, സാത്താനെ ജയിക്കുവാൻ, പോരാട്ടങ്ങളെ ജയിക്കുവാൻ നിങ്ങൾ അധികം ബലപ്പെടേണ്ടത് ആവശ്യമാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവൻ. 12-ാമത്തെ വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. ഈ 3 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ബലപ്പെടുത്തുകയാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. നിങ്ങൾ ദൈവിക ശക്തിയിലാണ് നിങ്ങൾ നിറയുന്നെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ അടുക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെ അടുക്കലാണോ നിൽക്കുന്നത് അത് നിങ്ങളുടെ മേളിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ ഇരുട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം നിരാശയും വിഷമവും വേദനയും പരാതിയിലുമായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ വെളിച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നവരായിരിക്കും, നിങ്ങൾ വിശ്വാസം പറയുന്നവരായിരിക്കും, നിങ്ങളുടെ ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരായിരിക്കും. പിശാചിൻ്റെ തീയമ്പുകളെ കെടുത്തേണ്ടതിന് നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുന്നവരായിരിക്കും. വചനമെന്ന വാളുകൊണ്ട് ചിലതിനെ വെട്ടി നിങ്ങൾ മുമ്പോട്ട് പോകുന്നവരായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോർക്കളത്തിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നു മുതൽ മുറിവേറ്റ ദുഃഖിതനായി നിരാശപ്പെട്ട ഒരാളെ പോലല്ല, നിങ്ങൾ അമിത ബലത്തിൽ ബലപ്പെടാൻ പോകുകയാണ്. ശത്രുവിനെ ജയിക്കുന്ന വലിയ തന്ത്രം നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. ഈ പ്രഭാതം മുതൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ട് കാരാഗ്രഹങ്ങളുടെ അടിത്തറ ഇളക്കുന്നവരായിരിക്കും. നിങ്ങളുടെ വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് ചങ്ങലകൾ അഴിക്കുന്നവരായിരിക്കും. നിങ്ങൾ വിശ്വാസത്തിൽ അപ്പനുമായുള്ള ബന്ധത്തിനകത്ത് അവകാശം പറയുന്നയാളായിരിക്കും. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് ഒറ്റ വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് അനേക വിശ്വാസികൾ പ്രതികൂലത്തിലും മുറിവിലും പ്രശ്നത്തിലും കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ ഈ പ്രഭാത മെസ്സേജ് നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ, അധിക ബലത്തിലേക്ക് നിങ്ങളെ നടത്തട്ടെ. നിങ്ങൾ തോൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നിന്റെ പേര് ജയാളി എന്നാണ്. യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു മുഖാന്തരം നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ രക്തം നിങ്ങളെ ജയിപ്പിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെയും നാമത്തിൻ്റെയും ബലമേറ്റെടുക്കുക. ഇപ്പോൾ മുതൽ നിങ്ങൾ ജയാളികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ബലം ഇവരെ വെളിപ്പെടട്ടെ. ഇന്ന് പകൽ മുതൽ ഇവർ ചിലതിനെ ജയിച്ചെന്ന് പറയുവാൻ, ഇന്ന് പകൽ മുതൽ ഇവർ ചിലതിനെ അവകാശമാക്കിയെന്ന് പറയാൻ കർത്താവെ, ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, പ്രഭാത മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ തയ്യാറാക്കുക. നിങ്ങൾക്ക് കഴിയുന്നവർ, നിങ്ങൾ വാട്സാപ്പ് അധികം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ പ്രഭാത മെസ്സേജും നിങ്ങൾക്ക് സ്റ്റാറ്റസായി ഇടാൻ പറ്റും. ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ സ്റ്റാറ്റസായി ഇട്ട് കഴിഞ്ഞാൽ അനേകർക്ക് അത് അനുഗ്രഹമായിത്തീരും. അതേപോലെ നിങ്ങൾ ഈ പ്രഭാത മെസ്സേജ് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു വോയിസ് മെസ്സേജ് കൂടെ അയക്കുക. ഇത് നിങ്ങൾ ഉറപ്പായും കാണുക. എൻ്റെ ജീവിതത്തെ ഇത് തൊട്ടു എന്ന് പറഞ്ഞാൽ അവർ നിശ്ചയമായി അത് കാണും. നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുന്നു, ഇത് അനേകരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ തയ്യാറാക്കുക.
നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് വലിയ അനുഗ്രഹമായി തീരും. അതേപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളും ജോയിൻ ചെയ്യണമേ. ഇപ്പോൾ തന്നെ സൂം ഐഡിക്ക് വേണ്ടി നിങ്ങൾ വാട്സാപ്പിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചാട്ടെ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് വിശ്വസിക്കാം. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.